നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഡ്വക്കേറ്റ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യയ്ക്ക് പിന്നിലെ കാരണങ്ങളിലേക്ക് പിതാവ് വഴി ചൂണ്ടുന്ന നിരവധി കാരണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പിതാവിന് ജിസ്മോളുടെ മരണത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും പിതാവിനോട് ചെറിയ കാര്യങ്ങളൊക്കെയും വീട്ടിൽ നടക്കുന്നത് പറയുമായിരുന്നു. സഹോദരനോടും സഹോദരിയോടും പറയുന്നത് പോലെ തന്നെ പിതാവിനോട് അത്ര വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിലും പിതാവിന് ചില കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിരുന്നു. വിവാഹത്തിന് ശേഷം ഒരു ഭവനത്തിലേക്ക് ചെന്ന് കയറുന്ന പെൺകുട്ടിയും അവളുടെ മാതാപിതാക്കളെയും ഒക്കെ അംഗീകരിക്കേണ്ടത് ആ ഭവനത്തിലുള്ളവരുടെ കടമയാണ്. പക്ഷേ ഈ പിതാവിന് നേരിട്ടത് വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു. മകളെ കാണാൻ ഭവനത്തിലേക്ക് കയറി ചെന്ന ജിസ്മോളുടെ അമ്മായിയമ്മ അപ്പൻ പിതാവ് അവിടെ ഇല്ലേ എന്ന് ചോദിച്ചതിന് പിതാവ് ഉറങ്ങുകയാണെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ പുറത്തേക്ക് വിടുകയാണ് ചെയ്തത്. 1 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തിട്ടും ഉറക്കം കഴിഞ്ഞ് ആ പിതാവിനെ ഒന്ന് കണ്ടിട്ട് പോകാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല. അന്നേ മനസ്സിൽ വളരെയധികം വേദന തോന്നിയ ജിസ്മോളുടെ പിതാവ് മറ്റാരുടെക്കോ ഇത് പങ്കുവച്ചിരുന്നു. അന്നേ പിതാവ് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ഇത് അത്ര നല്ല സുഖകരമായിട്ടുള്ളൊരു ബന്ധമല്ലല്ലോ എന്ന്. അവിടെ അമ്മായിയമ്മയാണ് എല്ലാം തീരുമാനിക്കുന്നത്. അമ്മായിയമ്മ പറയുന്നത് പോലെ അമ്മായിപ്പൻ പ്രവർത്തിക്കുകയുള്ളൂ. ജിസ്മോൾക്ക് അനുകൂലമായിട്ട് അമ്മായിപ്പൻ കാര്യങ്ങൾ പറഞ്ഞാൽ അമ്മായിയപ്പനും മരുമകളും തമ്മിൽ അവിഹിതമാണെന്നും അമ്മായിയപ്പനെ ഇവൾ കയ്യിലെടുത്തിരിക്കുകയാണെന്നും തുടങ്ങിയുള്ള മറ്റുള്ളവർ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള ഭാഷയായിരുന്നു ബീന ടീച്ചർ എന്ന ഈ അമ്മായിയമ്മ പങ്കുവച്ചത്. ഒരു ടീച്ചറിനെ പറയാൻ കൊള്ളുന്നതിനും അപ്പുറം, അല്ലെങ്കിൽ ഒരു ടീച്ചറിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതിനപ്പുറമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു ഈ ബീന ടീച്ചറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇത് ഒരു കുടുംബത്തിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല. മിക്ക ഭവനങ്ങളിലും പെൺകുട്ടികൾ ഭവനത്തിൽ ചെന്ന് കയറിയാൽ വീട്ടുകാരെ അംഗീകരിക്കാനായിട്ട് വളരെയധികം പ്രയാസത്തോടു കൂടിയാണ് ചില കുടുംബങ്ങളൊക്കെ അവരെ അംഗീകരിക്കാതിരിക്കുന്നത്. വിവാഹം കഴിക്കുന്നെങ്കിൽ പെൺകുട്ടികളെയും പെൺകുട്ടികളുടെ മാതാപിതാക്കളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന, അല്ലെ അവരെ അംഗീകരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് കെട്ടിച്ചയക്കാനായിട്ട് നോക്കുക. കെട്ടിച്ചയച്ചില്ലെങ്കിലും പെൺമക്കൾ സമാധാനം സ്വസ്ഥമായിട്ടും ജീവിക്കട്ടെ എന്നാണ് ഇക്കാലത്ത് പറയാൻ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ജിസ്മോളുടെ പിതാവ് ഈ കേസിന് പിന്നാലെ നടക്കുകയാണ്. ഈ കേസിന് കാരണക്കാരായ, അല്ലെങ്കിൽ ഈ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ഭർത്താവിൻ്റെ വീട്ടുകാരെയും നിയമത്തിന് മുൻപിൽ തക്കതായ ശിക്ഷ കൊടുക്കാനായിട്ട് തയ്യാറാവുന്നതിന് വേണ്ടിയിട്ട് ആവുന്നത്ര എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറായി തന്നെ അഡ്വക്കേറ്റ് ജിസ്മോളുടെ പിതാവ് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര ആശ്വാസകരമാണ്. പിതാവ് മകളോടൊപ്പം തന്നെയുണ്ട്. മകൾക്ക് നീതി കിട്ടുക തന്നെ ചെയ്യും. ഇതിനേക്കാൾ വളരെയധികം കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ തന്നെയായിരുന്നു ആ ഭവനത്തിൽ ജിസ്മോൾ നേരിട്ടുകൊണ്ടിരുന്നത്. ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, തൻ്റെ ജിസ്മോളുടെ വീട്ടുകാരെ വിളിക്കാൻ ഫോൺ ചെയ്ത് സംസാരിക്കാൻ പാടില്ല, മറ്റു കൂട്ടുകാരുമായിട്ട് സംസാരിക്കാൻ പാടില്ല. എല്ലാവരിൽ നിന്നും ജിസ്മോളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നതിനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. കാരണം സാമ്പത്തികമായിട്ടും മാനസികമായിട്ടുമൊക്കെ ജിസ്മോളെ തകർത്തുകൊണ്ട് ഏതു വിധേനയും ജിസ്മോളുടെ പതനം കാണാൻ ആഗ്രഹിച്ചവരാണ് ജിസ്മോളുടെ ഭർത്താവും വീട്ടുകാരും. ഒരു പെൺകുട്ടിക്കും ഒരു മുൻപോട്ടുള്ള ഉയർച്ച വേണമെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന, അത് ഏതൊരു വ്യക്തിക്കും അങ്ങനെ തന്നെയാണ്, മുൻപോട്ട് ഉയരണമെങ്കിൽ ചുറ്റുമുള്ളവർ, അവരുടെ ചുറ്റും നിൽക്കുന്നവർ എപ്പോഴും പോസിറ്റിവിറ്റി ഉണ്ടായിരിക്കണം. ഇത് ജിസ്മോളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ തന്നെ ജിസ്മോളുടെ പതനത്തിനായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ആളുകളുടെ ഒപ്പം ജീവിക്കുന്നതിലും ഭേദം ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. അത് അഭിമാനം നോക്കണ്ട, കുടുംബ മഹിമ നോക്കണ്ട, ഒന്നും നോക്കാതെ ഇത്തരം ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പെൺകുട്ടികൾ തയ്യാറാവണം. അല്ലാതെ സ്വന്തം രക്തത്തിൽ ജനിച്ച പെൺമക്കളെ കൊലയ്ക്ക് കൊടുക്കുക ല്ല ചെയ്യേണ്ടിയിരുന്നത്. ഇറങ്ങിപ്പോന്നതിന് ശേഷം പൊരുതുകയായിരുന്നു വേണ്ടിയിരുന്നത്. എല്ലാം കയ്യിലുള്ള ഒരു വ്യക്തിക്ക് പൊരുതുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയും ഇറങ്ങിപ്പോന്നതിന് ശേഷം മാന്യമായി നിന്ന് പൊരുതി ജീവിച്ച് കാണിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അഡ്വക്കേറ്റ് ജിസ്മോൾ നേരിട്ട ക്രൂരമായിട്ടുള്ള പീഡനങ്ങളുടെ കഥകളൊക്കെയും വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പിതാവ് ഓരോന്നായിട്ട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും പിതാവ് നിസ്സഹായനായി നിൽക്കാൻ കാരണം ജിസ്മോൾ പറയുമായിരുന്നു, ഞാൻ എങ്ങനെയെങ്കിലും നോക്കിക്കോളാം, അല്ലെങ്കിൽ എനിക്ക് മുൻപോട്ട് ജീവിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം എപ്പോഴും പ്രകടിപ്പിച്ചിരുന്നത് കൊണ്ടാണ് പിതാവിന് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വന്നത്. ഇനി മരണവും കഴിഞ്ഞു, 2 കുഞ്ഞുങ്ങളുമായിട്ട് മരണത്തിന് കീഴ്പ്പെട്ട് കഴിഞ്ഞു. ഇനി നീതി കിട്ടുക എന്നുള്ളത് മാത്രമേ ഈ ഭൂമിയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അഡ്വക്കേറ്റ് ജിസ്മോൾക്കും മക്കൾക്ക് നീതി കിട്ടുന്നതിന് പിതാവിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഓരോ മനുഷ്യർക്കും ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും നീതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇത് കാണുന്ന ആരും ഇത് അനുകരിക്കാതെ ധൈര്യപൂർവ്വം ജീവിച്ചു കാണിക്കാൻ തയ്യാറാവുക.